വീഡിയോക്ക് കൊടുക്കാനുള്ള റൈറ്റപ്പ് ഒക്കെ ശരിയാക്കിണ്ട് കേട്ടാ. അത് ഡ്രാഫ്റ്റിൽ കയറ്റിട്ടോ. ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു ദിവസം മടിയാവൂല്ലോ, നമുക്ക് അപ്പറക്കാം. അധികം നാണം കെട്ടുണ്ടാവില്ലേ? അധികാരം അറിയണ്ടാവില്ല. ആരും അറിഞ്ഞിട്ടില്ല, ശരിയാക്കി തരടാ. ടോം സാറേ, പണ്ട് നമ്മള് പനഞ്ഞ മേഡത്തിന്റെ വീട്ടിൽ പോയത് ഓർമ്മയുണ്ടോ? ഓ, അതങ്ങനെ മറക്കാൻ പറ്റുമോ? സംഭവം അന്ന് നീ ഇല്ല, നമ്മുടെ ഓഫീസിൽ ഒരു വനജാ മേഡം ഉണ്ടായിരുന്നു. ആ മേഡം മരിച്ചു. ഇവിടെ ഫുള്ളാണ് വണ്ടി അവിടെ പാർക്ക് ടൗണിൽ. ബോഡി കൊടുക്കും. അരമണിക്കൂറായില്ല എനിക്ക്. ചടങ്ങൊക്കെ മോൻ വന്നിട്ട് തന്നെ ആയിരിക്കും അല്ലേ? മോനാ? മോനല്ല, മോളല്ലേ. അപ്പൊ ഒരു വട്ടം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ മാഡത്തിന്റെ ഒപ്പം. അത് മരുമോനായിരിക്കുള്ളൂ. ആലുവന്ന് വീട്ടുകാരൊക്കെ എത്തിയോ? ആലുവേനോ? ആ മേഡത്തിന്റെ സ്വന്തം വീട് ആലുവയല്ലേ? മേഡത്തിന്റെയോ? മരിച്ച വനജാ മേഡത്തിന്റെ. അയ്യോ, ആരും കേൾക്കണ്ട കേട്ടാ. മേഡം അല്ല മരിച്ചു, മേഡത്തിന്റെ ഭർത്താവ് മരിച്ചത്. ഭർത്താവാ? മേഡം ഡൈവേഴ്സ് ആയതായിരുന്നല്ലേ? വീട്ടിലാണ് മരിച്ചത്. നിങ്ങന്റെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ? ഒരു മിനിറ്റ്. ഇത് വനജ മേഡത്തിന്റെ വീടുന്നല്ലേ? അതെ. ഞങ്ങളേ വനജ മേഡത്തിന്റെ കൂടെ പണപ്പെട്ടിക്കുരിശിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ മേഡം മരിച്ചു എന്നൊരു വാർത്ത കേട്ടിട്ട് വന്നതാണ്. ആ, നിങ്ങൾക്ക് ചെറുതായിട്ട് വീടൊന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇത് ബോയ്സ് ഹൈസ്കൂളിലെ HM ആയിരുന്ന വനജാ മേഡത്തിന്റെ വീടാണ്. നിങ്ങളുടെ പണപ്പെട്ടി മേഡം ഏതോ ശവപ്പെട്ടി നിങ്ങളുടെ റീത്തിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ. സാറേ, ഈ വനജ മേഡത്തിന് ഗംഭീര കണക്ഷൻസ് ആട്ടോ. എന്തൊക്കെ ഇപ്പൊ കാറുകളൊന്നും കിട്ടുന്നു. വാ റീത്ത് വയ്ക്കാം. മര്യാദക്ക് വഴി ചോദിക്കാനും അറിയില്ല. വന്നേ പോവാൻ നോക്കാം. പോവാനാ? എവിടേക്ക് പോവാൻ? എന്തോരം കഷ്ടപ്പെട്ടിട്ട് ഞാനവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നറിയോ? 100,000 വണ്ടി ഉണ്ട് അവിടെ. അതുകൊണ്ട് എന്തായാലും വന്ന സ്ഥിതിക്ക് റീത്ത് വെച്ചിട്ട് പോവാ. നീ തന്നെ വെച്ചോ. വേടാ, വെച്ചിട്ട് പതുക്കെ വന്നായിട്ടാ. ഈ ബിരുദ് എവിടേക്ക് പോകാനാണ്? താക്കോല് എൻ്റെ കയ്യിലല്ലേ. വന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇത് വെച്ചിട്ടേ പോകുള്ളൂ.